ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ ഏവർക്കും പ്രഭാത വന്ദനം അറിയിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വെളിപ്പാട് പുസ്തകം 21 അധ്യായത്തിൻ്റെ 17 വാക്യം മുതൽ 22 അധ്യായത്തിൻ്റെ 5 വാക്യം വരെ, വെളിപ്പാട് 21:17 മുതൽ 22:5 വരെ ആരംഭ വാക്യങ്ങൾ വായിക്കട്ടെ. അതിൻ്റെ മതിലളന്നു, മനുഷ്യൻ്റെ അളവിന് എന്ന് വെച്ചാൽ ദൂതൻ്റെ അളവിന് തന്നെ 144 മുഴം ഉണ്ടായിരുന്നു. മതിലിൻ്റെ പണി സൂര്യകാന്തവും നഗരം സ്വച്ഛ സ്ഫടികത്തിനൊത്ത തങ്കവുമായിരുന്നു. നഗരമതിലിൻ്റെ അടിസ്ഥാനങ്ങൾ സകല രത്നവും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. ഒന്നാം അടിസ്ഥാനം സൂര്യകാന്തം, രണ്ടാമത്തേത് നീലരത്നം, മൂന്നാമത്തേത് മാണിക്യം, നാലാമത്തേത് മരതകം, അഞ്ചാമത്തേത് നഖവർണി, ആറാമത്തേത് ചുവപ്പ് കല്ല്, ഏഴാമത്തേത് പീതരത്നം. 22 അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളും വായിക്കട്ടെ. വീഥിയുടെ നടുവിൽ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായി പളുങ്കുപോലെ ശുഭ്രമായ ജീവജല നദിയും അവൻ എന്നെ കാണിച്ചു. നദിക്ക് ഇക്കരയും അക്കരയും ജീവവൃക്ഷമുണ്ട്. അത് 12 വിധം ഫലം കായ്ച്ച് മാസം തോറും അതത് ഫലം കൊടുക്കുന്നു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്വർഗീയ ദർശനം അല്ലെങ്കിൽ സ്വർഗീയ യെരുശലേം എന്ന ദർശനം യോഹന്നാൻ പങ്കുവയ്ക്കുന്നത് ഏറ്റവും ആകർഷണീയമായ ഒരു ദർശനത്തിലേക്കാണ്. അതിൻ്റെ നീളവും അളവും അതിലെ ഭംഗിയുമൊക്കെ നന്നായി വർണ്ണിക്കുന്നുണ്ട്. മനുഷ്യൻ്റെ അളവിന് എന്ന് വെച്ചാൽ ദൂതൻ്റെ അളവിന് തന്നെ 144 മുഴം ഉണ്ടായിരുന്നു. 144 എന്ന സംഖ്യ വെളിപ്പാട് പുസ്തകത്തിലെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സംഖ്യയാണ്. ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുൻപാകെ ശുഭ്ര വസ്ത്രധാരികളായി കയ്യിൽ കുരുത്തോലയുമേന്തി ദൈവത്തെ സ്തുതിക്കുന്ന ആരാധക വൃന്ദത്തിൻ്റെ സംഖ്യയും 144,000 എന്നാണ് കാണുന്നത്. അപ്പോൾ 144 വളരെ പ്രാധാന്യം അർഹിക്കുന്നു. അതിന് സംഖ്യാക്രമത്തിൽ ചില പ്രാധാന്യങ്ങളുണ്ടാവാം. അതുപോലെ തന്നെ പ്രതീകാത്മകമായ പ്രാധാന്യവും ഉണ്ടാകാം. 12 ഗോത്രങ്ങൾ, 12 അപ്പോസ്തലന്മാർ, ഇവരുടെ സംഖ്യയ്ക്കൊത്ത ഒരു വലിയ സംഖ്യ, 12നെ ഗുണിച്ചുകൊണ്ട് ലഭിക്കുന്ന സംഖ്യ, ഇതൊക്കെ നമ്മൾ 7 അധ്യായത്തിലും 9 അധ്യായത്തിലുമൊക്കെ വായിച്ചതാണ്. എന്നാൽ ഇതിൻ്റെ പ്രാധാന്യം മനോഹാരിത നിറഞ്ഞിരിക്കുന്ന സ്വർഗീയ യെരുശലേമിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു ആഹ്വാനം നൽകുമ്പോൾ 21 അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നു, കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നവരല്ലാതെ അശുദ്ധമായ യാതൊന്നും മ്ലേച്ഛതയും ഭോഷ്കും പ്രവർത്തിക്കുന്നവരാരും അതിൽ കടക്കയില്ല. സ്വർഗീയ യെരുശലേം അത്യധികം ആകർഷണീയവും മനോഹാരിതയും നിറഞ്ഞതാണ്. സ്വച്ഛ സ്ഫടിക തങ്കവും മരതകവും നഖവർണി, ചുവപ്പ് കല്ല്, പീതരത്നം, പുഷ്യരാഗം, ഗോമേതകം, ഇങ്ങനെ നമ്മൾ കണ്ടിട്ടില്ലാത്ത തൊട്ടിട്ടില്ലാത്ത വിധത്തിലുള്ള ചില വസ്തുക്കളെ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു എന്നാണ് യോഹന്നാൻ പറയുന്നത്. അത് സ്വർഗീയ
ദർശനത്തിൻ്റെ ഏറ്റവും ഒരു മഹത്വത്തെ വർണ്ണിക്കുന്നതാണ്. ഭൂമിയിലുള്ള യാതൊന്നുമായും അതിനെ സങ്കല്പിക്കുക സാധ്യമല്ല. അത്തരം അനിതര സാധാരണമായ ഇടമായി ഇതിനെ യോഹന്നാൻ കാണുന്നു. അവിടേക്ക് പ്രവേശിക്കാൻ കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ പേര് എഴുതിയിരിക്കുന്നവരല്ലാതെ അശുദ്ധമായതും മ്ലേച്ഛമായതും ഭോഷ്ക് പ്രവർത്തിക്കുന്നവരൊന്നും അതിൽ കടക്കയില്ല. ഇപ്പോൾ ശക്തമായ ഒരു താക്കീത് നൽകുന്നു. ഇതിലേക്ക് പ്രവേശിക്കണമെങ്കിൽ കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ പേര് എഴുതപ്പെട്ടവരായിരിക്കണം. അതിനുള്ള ജീവിതത്തിൻ്റെ ക്രമങ്ങളെ ഇതിനു മുൻപ് യോഹന്നാൻ തൻ്റെ ദർശനത്തിലൂടെ നമുക്ക് നൽകുന്നുണ്ട്. 22-ാം അധ്യായം പറയുന്നത്, വീഥിയുടെ നടുവിൽ, അതായത് അവിടെ കാണുന്ന ആ സ്വർഗീയ യെരുശലേമിൻ്റെ നടുവിൽ സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്ന പളുങ്കുപോലെ ശുഭ്രമായ ജീവജല നദി. നദിക്ക് ഇക്കരയും അക്കരയും ജീവവൃക്ഷമുണ്ട്. അത് 12 വീതം ഫലം കായ്ച്ച് മാസം തോറും അതത് ഫലം കൊടുക്കുന്നു. നിഷേധിക്കപ്പെട്ട ജീവന്റെ കനി ലഭിക്കുന്ന ഉദ്യാനമായി ഇതിനെ യോഹന്നാൻ വർണ്ണിക്കുന്നു. അപ്പോൾ മനുഷ്യന് തൻ്റെ സ്വന്തം പ്രയത്നം കൊണ്ട് എത്തിപ്പിടിക്കാൻ സാധിക്കാത്ത ദൈവിക ഇടം വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്നു. യേശു ക്രിസ്തുവിനാൽ അത് വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്നു. കുഞ്ഞാടിനാണ് ഇവിടെ പ്രാധാന്യമുള്ളത്. കുഞ്ഞാടിൻ്റെ ജീവപുസ്തകം, അതിൽ പേരെഴുതപ്പെടണം. അങ്ങനെയുള്ളവർക്ക് ലഭിക്കുന്ന സമൃദ്ധമായ ജീവൻ്റെ ഓഹരി. കർത്താവ് യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായത്തിൽ പറഞ്ഞ ഒരു കാര്യം, നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായിട്ടുണ്ടാകുവാനും മാത്രമേ ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ജീവൻ്റെ പൂർണ്ണത, ജീവിതത്തിൻ്റെ പൂർണ്ണത, ജീവൻ്റെ സമൃദ്ധി ഈ സ്വർഗീയ യെരുശലേമിൻ്റെ കാഴ്ചയിലൂടെ യോഹന്നാൻ പങ്കുവയ്ക്കാൻ ശ്രമിക്കുകയാണ്. അടക്കാനാവാത്തതും വളരെ ബൃഹത്തുമായ ഈ അസാധാരണ ദർശനം അവതരിപ്പിക്കുന്നത് തന്നെ 7 ബാധകളടങ്ങുന്ന 7 കലശങ്ങൾ കൈവശമുള്ള 7 ദൂതന്മാരിൽ ഒരാളാണ്. 17-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നമ്മളത് വായിച്ചു. അവിടെ കനകവും മുത്തുകളും രത്നങ്ങളും അണിഞ്ഞ മഹാവേശ്യ ഇരിക്കുന്നത് കാണേണ്ടതിന് ഒരു ദൂതൻ യോഹന്നാനെ ആത്മാവിൽ വഹിച്ചുകൊണ്ട് പോകുന്നതായി പറഞ്ഞിരിക്കുന്നു. 21-ാം അധ്യായത്തിൽ യോഹന്നാൻ കാണുന്നത് ഈ ദർശനത്തിന് നേരെ വിപരീതമായ ഒന്നാണ്. വിശുദ്ധ നഗരം ഒരു മണവാളനെ പോലെ മുത്തുകളാൽ അലങ്കൃതമായി കുഞ്ഞാടിൻ്റെ കല്യാണത്തിനായി ഒരുക്കി നിർത്തിയിരിക്കുന്ന കാഴ്ചയാണ്. ബാബിലോൺ റോമ അധികാരവും ചൂഷണവും മരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ അത് മനുഷ്യ സംസ്കാരത്തിൻ്റെ സമ്പത്തിനെ പ്രതിനിധാനം ചെയ്യുന്നു. പുതിയ യെരുശലേം വിശുദ്ധീകരിച്ചും ദൈവമഹിമയിൽ രൂപാന്തരപ്പെട്ടും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നതിനാൽ മനുഷ്യ സംസ്കാരത്തിൻ്റെയും സമ്പന്നതയും ദൈവദത്തമായ ജീവൻ്റെ സമൃദ്ധിയും പ്രതിനിധാനം ചെയ്യുന്നു. അതിൽ ബാബിലോണിലെയും റോമയിലെയും ജനങ്ങളുടെ മഹത്വവും ഉൾപ്പെടും. നഗരത്തിൻ്റെ ഘടന പഴയ യെരുശലേമിന് സമാനമല്ല. ചില പഠിതാക്കളുടെ അഭിപ്രായത്തിൽ ഒരു നദി നഗരമധ്യത്തിലൂടെ പ്രവഹിക്കുന്നത് പോലെ പുത്തൻ യെരുശലേം ആ നഗരങ്ങളുടെ ഘടനയും ഉൾച്ചേർന്നതാണ്. അതുകൊണ്ട് യോഹന്നാൻ 17-ാം അധ്യായത്തിൽ കണ്ട ദർശനത്തിൻ്റെ നേർ വിപരീതമായ ദർശനം ഇവിടെ നൽകുന്നു. അവിടെ യോഹന്നാൻ മരുഭൂമിയിലേക്കല്ല കൊണ്ടുപോകപ്പെടുന്നത്, പകരം ഒരു ഉയർന്ന പർവ്വതത്തിലേക്കാണ് ഇപ്പോൾ യോഹന്നാനെ കൊണ്ടുപോകുന്നത്. പുതിയ യെരുശലേം ഈ മലമേലാണോ സ്ഥാപിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമല്ല. യുഗാന്ത്യ പാരമ്പര്യം ബാബിലോണിൻ്റെയും സീദോൻ്റെയും ഗർവിനെയും ദൈവത്തിൻ്റെ വിശുദ്ധ പർവ്വതത്തെക്കുറിച്ചുള്ള അവരുടെ പുരാണ കഥയെയും പർവ്വതത്തിൽ അത്യുന്നതമായ സിയോനിലേക്ക് സകല ജനതകളും ആകർഷിക്കപ്പെടും എന്ന പ്രത്യാശയും നിവർത്തിക്കുന്നതാണ് പുതിയ യെരുശലേം. എങ്കിലും പുതിയ യെരുശലേം മത്സരത്തിനും ഏറ്റുമുട്ടലിനുമൊക്കെ അതീതമാണ്. യോഹന്നാൻ കിഴക്ക്, വടക്ക്, തെക്ക്, പടിഞ്ഞാറ്
എന്ന വിചിത്ര ഒരു ദിക്രമം തിരഞ്ഞെടുത്തത് രാശിചക്രക്രമവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ജ്യോതിഷ കണക്ക് കൂട്ടൽ തടയുന്നതിന് വേണ്ടി ആയിരിക്കാം എന്നും അഭിപ്രായമുണ്ട്. ശലോമോന്റെ ദേവാലയത്തിലെ അതിവിശുദ്ധ സ്ഥലം പോലെ ഈ വിശുദ്ധ നഗരം ഒരു സമചതുര കട്ടയുടെ ആകൃതിയിലാണെന്ന് തോന്നും. എങ്കിലും എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്ന അളവുകളിലാണ് അതിൻ്റെ മതിലുകൾ. ദൈവത്തിൻ്റെ മഹിമയുടെ പ്രഭ പ്രതിനിധീകരിക്കുന്ന സൂര്യകാന്തം കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. നഗരത്തിൽ ഞാൻ ദേവാലയം കണ്ടില്ല. ദേവാലയത്തിൻ്റെ പുനർനിർമ്മാണം യഗസ്കേൽ വിഭാവനം ചെയ്തിരുന്നു, യഗസ്കേൽ 40-ാം അധ്യായത്തിൽ. എന്നാൽ ആ രണ്ടാം ദേവാലയം യോഹന്നാന്റെ കാലത്ത് ഇടിഞ്ഞ പൊളിഞ്ഞ കിടക്കുകയായിരുന്നു. ഭാവിയിലെ ദേവാലയം നശിപ്പിക്കാൻ കഴിയാത്തതായിരിക്കും. ഒരു ഭവനത്തിലോ കെട്ടിടത്തിനുള്ളിലോ ഒതുങ്ങി നിൽക്കാൻ കഴിയാത്തവനായ ദൈവം സ്വന്തം ജനത്തോടൊപ്പം കൂടാരത്തിലെന്ന പോലെ വസിക്കും. ഒരു വിഗ്രഹത്താലും പ്രതിനിധീകരിക്കപ്പെടാൻ കഴിയാത്തവൻ തൻ്റെ സ്വരൂപം വഹിക്കുന്നവരോടൊപ്പമായിരിക്കും. മനുഷ്യവർഗത്തിന് ദൈവവുമായി നേരിട്ടുള്ള കൂട്ടായ്മയല്ലാതെ മതവും പള്ളികളും പിന്നീട് ഇല്ല. അതുകൊണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്ന വാഗ്ദാനങ്ങൾ സിംഹാസനത്തിൽ നിന്ന്, അതായത് കുഞ്ഞാടിൻ്റെ സിംഹാസനത്തിൽ നിന്ന് പ്രവഹിക്കുന്ന അതുല്യമായ അനുഗ്രഹങ്ങൾ, ജീവൻ്റെ ഫലം, അത് ലഭിക്കുന്നതിന് ഈ ഭൂമിയിൽ നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. കുഞ്ഞാടിൻ്റെയും ദൈവത്തിൻ്റെയും സിംഹാസനത്തിൽ ഇരിക്കാനുള്ള അധികാരം നമുക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ടിരിക്കുന്നു. അവൻ്റെ ദാസന്മാർ അവനെ ആരാധിക്കും. അവർ അവൻ്റെ മുഖം കാണും. അവൻ്റെ നാമം അവരുടെ നെറ്റിയിൽ ഇരിക്കും. മൃഗത്തിൻ്റെ നാമം നെറ്റിമേൽ ധരിക്കേണ്ട ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ദൈവത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവരുടെ അടയാളങ്ങൾ വഹിക്കേണ്ടതായിട്ടുള്ളൊരു കാലമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് മാറി. ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന അടയാളം ദൈവത്തിൻ്റെ നാമം നെറ്റിയിൽ എഴുതപ്പെട്ടവർ എന്നതാണ്. ഇനി രാത്രിയില്ല. ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നത് കൊണ്ട് വിളക്കിൻ്റെ വെളിച്ചമോ സൂര്യൻ്റെ വെളിച്ചമോ അവർക്ക് ആവശ്യമില്ല. അവരെന്നേക്കും രാജാക്കന്മാരായിരിക്കും. വളരെ മനോഹരമായ ഒരു സങ്കല്പം അല്ലെങ്കിൽ ഒരു ദർശനം നമുക്ക് നൽകുന്നത് അത് അതിൻ്റെ അനുഭവക്കാരായി തീരാനുള്ള ആഹ്വാനമാണ്. അതിനുള്ള കൃപ ദൈവം തമ്പുരാൻ നമുക്ക് ഏവർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. വാഴ്ത്തപ്പെട്ടവനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന മനോഹരമായ വിശ്വാസ ജീവിതത്തിനായി സ്തോത്രം. അതിൻ്റെ ഫലകരമായ അനുഭവങ്ങൾക്കായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. പുതിയ ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് ലഭിച്ച ഈ വചന സമൃദ്ധിക്കായി സ്തോത്രം. ആ ദർശനങ്ങളിൽ ഉറച്ചു നിൽക്കാൻ പ്രത്യാശയുള്ളവരായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇന്നത്തെ പകൽകാല ജീവിതത്തിൽ ഞങ്ങളുടെ ആവശ്യങ്ങളിലും ഞങ്ങളുടെ പോക്ക് വരവുകളിലും ഞങ്ങളുടെ ഉത്തരവാദിത്വ നിർവഹണങ്ങളിലും കർത്താവിൻ്റെ കൃപ കൂടെ ഇരിക്കണമേ. ഇടറിപ്പോകാത്ത മനസ്സുമായി വഴുതിപ്പോകാത്ത പാദങ്ങളുമായി ജീവിപ്പാൻ ഞങ്ങളെ ബലപ്പെടുത്തിക്കൊള്ളണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവരെയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെയും ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കരുണയുള്ള കരങ്ങളാൽ പുതിയ അനുഭവങ്ങൾ നൽകി വഴി നടത്തണമേ. യേശു മശിഹ മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കാവലും നമ്മെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.